ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കറുത്ത ദിവസം കൂടെ നൽകിയിരിക്കുക. ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം. ആണ്ടവർ ഇന്ന് നമ്മൾ എപ്പിസോഡ് 128 താൻ നമ്മൾ വാസിക്കാൻ പോകുന്നത്, 128 താൻ പഠിക്കാൻ പോകുന്നത് എന്ന ഇത് നമ്മൾ ബൈബിൾ സ്റ്റഡി താൻ ഫിലിപ്പിയർക്ക് എഴുതിയ പുസ്തകത്തിൽ 3:12 താൻ വാസിക്കുന്നത്. ഫിലിപ്പിയ എഴുതിയ പുസ്തകത്തിൽ 3:12 എന്നെ ആണ്ടവർ എന്നെ മുമ്പേ 11 നമുക്കൊന്ന് പിന്നാടി പോയിട്ട് നമുക്ക് പാക്കലാം. എന്നെ ആണ്ടവർ നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്ന് റിമൈൻഡിങ് നമുക്ക് പണിടാം. അവൻ്റെ കഷ്ടാനുഭവങ്ങൾ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിന് നമ്മൾക്ക് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നമുക്ക് തിരിയണം. അത് അറിയേണ്ടതിന് എന്നെ പൗലോസ് എന്നെ சொல்லுது, ഇങ്ങനെ വല്ല വിധനെയും മരിച്ചവരുടെ ഇടയിൽ പുനരുത്ഥാനം പ്രാപിക്കണം. അത് മറ്റുമല്ല, ഞാൻ മരിച്ച ആൾക്കാരുടെ ഇടയിൽ പുനരുത്ഥാനം എനിക്ക് കിടക്കണം. നിമിത്തം എല്ലാം ഉപേക്ഷിച്ച ചവറെന്നു. അത് കാരണം എനിക്ക് കിട്ടിയ എല്ലാ ലാഭങ്ങളും അത് കച്ചട എന്ന മാതിരി, അതിൽ ചവർ എന്ന മാതിരി, അല്ലെങ്കിൽ അത് ഒരു ട്രാഷ് എന്ന മാതിരിയിൽ ഞാൻ കരുതിയിടുന്നു എന്ന് ചൊല്ലുക. അവൻ്റെ നമ്മുടെ വലിപ്പങ്ങളൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ചേ. ഇനി നമ്മൾ 12 നമ്മൾ എന്നാ വാസിക്കുന്നത് എന്നുണ്ടെന്നു ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചൊല്ലുന്നത്, ഞാനിതെല്ലാം ചെയ്തിട്ടും ഞാൻ ചൊല്ലുന്നത് എനിക്കെല്ലാമേ കിടച്ചു എന്നല്ല ഞാൻ ചൊല്ലുന്നത്. ഞാൻ ഓൺ ദ വെയിലാണ്. അതായത് ആണ്ടവർ എനിക്ക് ഞാൻ എത്രയും വേല പണ്ണുമോ അല്ലെങ്കിൽ എത്രയും കാര്യങ്ങൾ ചെയ്യുമോ അതെനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എനിക്ക് അത് സമ്പൂർണ്ണമായി കിടച്ചു എന്ന് അല്ല പൗലോസ് ചൊല്ലുന്നത്. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ എല്ലാം എനിക്ക് എല്ലാമേ എനിക്ക് കിടച്ചിട്ട് ഞാൻ അത് സമ്പൂർണ്ണനായി എന്നോ അല്ല അവൻ ചൊല്ലുന്നത്. എന്നാ ചൊല്ലുന്നത് അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. അതായത് ആണ്ടവരായ യേശുക്രിസ്തു അവൻ കഷ്ടാനുഭവങ്ങൾ കൂടെ കടന്നു പോയപ്പോൾ എന്നെ പറ്റി അവൻ എന്നെ പിടിച്ചത് ഈ ആത്മാവിൻ്റെ ആത്മാക്കളെ അവൻ പിടിച്ചാച്ച്. എപ്പടി ആത്മാക്കളെ പിടിച്ചാച്ച്? അവൻ്റെ മരണം മുഖാന്തരം അവൻ നമുക്ക് ജീവൻ നൽകി. അത് മാത്രമല്ല, അവനെ വിശ്വസിക്കുന്നവർ ഏവരും എന്നെ പറ്റി അവർ ആണ്ടവരുടെ മക്കളായി എണ്ണപ്പെട്ടു. ഇങ്ങനെ പൗലോസ് ഞാനും കഷ്ടാനുഭവങ്ങളുടെ കൂടെ കടന്നു പോയിട്ട് ഞാൻ ആണ്ടവരായ യേശു ക്രിസ്തുവിന് എനിക്ക് മുഴുവനും സമ്പാദിക്കാൻ പറ്റിയെന്നല്ല ഞാൻ ചൊല്ലുന്നത്. എന്നെക്കൊണ്ട് ഞാൻ അതിന് വേല ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് അത് ചെയ്യാൻ വേണ്ടി എനിക്ക് കാര്യങ്ങളിരിക്കെ. അതുകൊണ്ട് ഞാൻ ചൊല്ലുന്നത് എനിക്ക് എല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് ഒന്നുമേ ചൊല്ല മുടിയാതെ. കാരണം എന്തുകൊണ്ട് ചൊല്ല മുടിയാതെ എന്നോ തികഞ്ഞവനായി എന്നോ എല്ലാമേ എനിക്ക് പൂർണ്ണമായി കിടച്ചു എന്നും എനിക്ക് ചൊല്ല മുടിയാതെ. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെടുന്നത് കൊണ്ട്, അതായത് ആണ്ടവരായ യേശുക്രിസ്തു എന്നെ പിടിച്ചത് മൂലം, ആണ്ടവരായ യേശുക്രിസ്തു എന്നെ നേസിച്ചത് മൂലം, ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ മകനായത് മൂലം, അതുകൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നു. അത് എനിക്ക് കിടക്കും എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നതേ ഉള്ളൂ. അതായത് ഞാൻ പിന്നാലെ പോയിടുക, എനിക്കത് കിടക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്നാലെ പോവുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ആണ്ടവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ആണ്ടവർ പോയ കഷ്ടാനുഭവങ്ങളിൽ കൂടെ പോകുമ്പോൾ നമ്മൾ അവന് വേണ്ടി നമ്മൾ ആത്മാക്കളെ പിടിക്കുക. ആണ്ടവരായ യേശുക്രിസ്തു ആത്മാക്കളെ പിടിച്ചു. ഇന്ന് ലോകത്തിൽ മുഴുവൻ ആത്മാക്കളിരിക്കുക നമ്മൾ വാസിക്കും. എന്നാൽ പൗലോസ് പെരിയ വേലക്കാരൻ താൻ, പെരിയ അപ്പോസ്തലൻ താൻ, അപ്പോസ്തലനായിരിക്കട്ടും എന്നെ പറ്റിയാച്ച് അവൻ രമ്പ സഭകളെ പണിയാച്ച്. എന്നിട്ടും അവൻ ചൊല്ലുകയാണ്, ഞാൻ ഇപ്പോഴും അതിന് പിന്നാലെ പോവുക, എനിക്ക് മുഴുവനും கிடைക്കാതെ ഞാൻ ചെയ്യാനുള്ള വേലകൾ ചെയ്തുകൊണ്ടേയിരിക്കുക.
അവന് സമ്പൂർണ്ണമായി മുഴുവനും മുടിച്ചില്ല എന്നാണ് അവൻ சொல்லுது. അവന് ഇനിയും വേലകൾ ജാസ്തി കിടക്കത് എന്ന് അവൻ சொல்லுது. അത് മറ്റുമല്ല, നമ്മൾ 13-ാം വാക്യത്തിൽ അതുകൊണ്ട് ഞാൻ അവൻ്റെ പിന്നാലെ പോകുന്നു എന്ന് മറ്റും താൻ സഹോദരനെ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ சொல்லுது, എൻ്റെ പ്രിയ മാനവരെ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് എന്നാ சொல்லுது, ഞാൻ സമ്പൂർണ്ണമായി പിടിച്ചു എന്ന് ഞാൻ വാദിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും അതിൻ്റെ പിന്നാലെ പൊയ്ക്കൊണ്ടേയിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും മനസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ചിന്ത അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും രീതി എപ്പടി ഇരിക്കണം? പൗലോസിൻ്റെ രീതി താൻ വേണം നമുക്ക്. അതായത് പൗലോസ് ഇത്രയും വേല ചെയ്തിട്ടും അവൻ சொல்லுക, ഞാൻ അതിൻ്റെ പിന്നാലെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഒന്നും ചെയ്യാത്ത നമ്മൾ എന്നാ ചൊല്ലും? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ കൊഞ്ചം മാത്രം ചെയ്തിട്ട് നമ്മൾ എപ്പടി ചൊല്ലും? പൗലോസ് ചൊല്ലുകയാണ്, അവൻ്റെ പിന്നാലെ ഞാൻ പോകുന്നേ ഉള്ളൂ, ഞാൻ അവനെ പിന്തുടരുക, എനിക്ക് കൂടുതൽ கிடைക്കുമെന്ന് വിചാരിച്ച് അവൻ്റെ പിന്നാലെ ഞാൻ പോകുക. അതായത് ഞാൻ അവൻ്റെ വേല ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെ വേല ചെയ്യുവാൻ തക്കോണം ഞാൻ എൻ്റെ ഹൃദയത്തിന് ഇഷ്ടമിരിക്കെ അത് താൻ ഞാൻ ചെയ്ത് എൻ്റെ വാഞ്ച അപ്പടി ഇരിക്കെ, അല്ലെങ്കിൽ എൻ്റെ ചിത്തം അതിരിക്കെ. കാരണം ഞാൻ അവൻ്റെ ആ സകല സമ്പൂർണ്ണതയും എനിക്ക് കിടക്കാൻ വേണ്ടി ആണ്ടവർ എനിക്ക് കൃപ തരണം എന്ന് താൻ അവൻ ചൊല്ലുന്നത്. ഇവൻ നമ്മൾ ആ 14-ാം വാക്യത്തിൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, അവൻ ചൊല്ലുന്നത്, ഞാൻ ഒരു കാര്യം ഞാൻ പണത് എന്നാ ഒരു കാര്യം ഞാൻ പണത്, ഞാൻ പിമ്പിലുള്ള മറന്നും മുമ്പിലുള്ള ആഞ്ഞുകൊണ്ടും. അതായത് ഞാൻ എന്നാ சொல்லுது, പിമ്പിലുള്ള മറത്. അതായത് പിമ്പിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ മുന്നാടി ഞാൻ എപ്പടി ഇരുന്നാച്ചേ, അതായത് ഞാൻ മുന്നാടി എപ്പടി ഇരുന്നാച്ചേ, ഞാൻ ഇസ്രായേലിൽ അല്ലെങ്കിൽ ഞാൻ 8-ാം ദിവസം ഇതിട്ട്, അതായത് ആ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ 8 കാര്യങ്ങൾ നമ്മളങ്ങ് വാസിക്കുന്ന ആ കാര്യങ്ങളെല്ലാം അതെല്ലാം മറന്നു. അതായത് അതെനിക്ക് ലാഭമായി കിടച്ചാച്ച്. കാരണം ഞാൻ പരിസ്ഥിതിൻ്റെ വചനത്തിൻ്റെ ജ്ഞാനം ഇരുന്നാച്ച്, ഞാൻ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ മക്കളെ ഉപയോഗിച്ചാച്ച് ഇതെല്ലാമേ ഞാൻ മറന്നു. അതായത് അത് നേരത്തെ എനിക്കത് ലാഭമായി കിടന്നാച്ചേ, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ലാഭമായി തീർന്നാച്ചേ. എന്നാൽ അതെല്ലാമേ ഞാൻ മറന്നിട്ട് ഞാൻ എന്നാ പണുക, ഞാൻ മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട്, അതായത് ഇനി മുമ്പിൽ വെച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ ആഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ മുമ്പിലുള്ള വെച്ചിരിക്കുന്ന എൻ്റെ കാര്യങ്ങൾ എന്നായിരിക്കുന്നത്? മുമ്പിലുള്ള വെച്ച കാര്യങ്ങളെന്ന് ചൊല്ലിയാൽ ഇങ്ങനെ ചൊല്ലുന്നത് കർത്താവായ യേശുക്രിസ്തു. അവൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒറ്റ ഒരു കാര്യമേ ഇരിക്കുകയുള്ളൂ. എന്ന കാര്യമാണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വേല പണണം, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വേണ്ടി ആത്മാക്കളെ നേടണം. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി അവൻ വേല ചെയ്യണം. അതുതാണ് അവൻ്റെ മുഴുചിത്തം. അവൻ്റെ നോട്ടം നമ്മളൊന്ന് പാർത്ത് നോക്കി. അപ്പോസ്തലനായ പൗലോസ് രമ്പ വേലകൾ ചെയ്തിട്ടും അവൻ ചൊല്ലുന്നത്, ഞാൻ മുമ്പിലുള്ളതൊക്കെ ആഞ്ഞുകൊണ്ട് പോവുക. അതായത് ഞാൻ മുമ്പിൽ ഇരിക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിനെ പാർത്തുകൊണ്ട് അവനിലേക്ക് നോക്കിക്കൊണ്ട് മറ്റും ഞാൻ പോയിടുക. എൻ്റെ പോക്ക് എങ്ങോട്ട്? ആണ്ടവരെ യേശുക്രിസ്തുവിൻ്റെ വഴിയിൽ ആണ്ടവരെ യേശുക്രിസ്തുവിനെ എത്തിപ്പിടിക്കാൻ, അല്ലെങ്കിൽ ആണ്ടവരുടെ യേശുക്രിസ്തുവിൻ്റെ പക്കത്തിലേക്ക് ചെല്ലുവാൻ തക്കോണം ഞാൻ ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു. അതായത് അവൻ്റെ പാതയിൽ അവൻ്റെ ഗമനത്തെ ഞാൻ പാത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ ഞാൻ പോയിക്കൊണ്ട് ആണ്ടവർക്ക് വേണ്ടി ഞാൻ എന്നാ പണണം? ആണ്ടവർക്ക് വേല ചെയ്യുവാൻ തക്കോണം. അത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അതായത് എന്താണ് ചൊല്ലുക? എന്നെ കരുതുന്നത്, ക്രിസ്തുയേശു എന്നെ വിളിച്ചാച്ച്. എங்கே വിളിച്ചാച്ച്? ഡമസ്കോസിൻ്റെ പടിവാതിൽക്കൽ നമ്മൾ വാസിക്കുന്നു. അപ്പോസ്തല ലേഖനത്തിൽ നമ്മൾ വാസിക്കുന്നു. ഡമസ്കോസിൻ്റെ പടിവാതിൽക്കൽ എന്നാ പറ്റിയാച്ച്? പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ ആണ്ടവരായ യേശുക്രിസ്തു അവൻ കൂപ്പിട്ടാച്ച്, ശൗലേ നീ എന്നെ ദ്രോഹിക്കുന്നത് എന്ത്? നീ എന്നെ പ്രോസിക്യൂഷൻ ചെയ്യുന്ന നീ എന്തുകൊണ്ട് നീ എൻ്റെ പിന്നാലെ വന്ന് എനിക്ക് പ്രോബ്ലം തരുന്ന എന്ന് ചൊല്ലുക. ആ യേശുക്രിസ്തുവിനെ, അല്ലെങ്കിൽ ഞാൻ ആ ആണ്ടവരെ ഞാൻ വിശ്വസിച്ചപ്പോൾ ഞാൻ എന്നാ പണുക? ഞാൻ അവൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. അവൻ എന്നെ വിളിച്ചപ്പോൾ അവൻ്റെ അരികത്തേക്ക്, അല്ലെങ്കിൽ അവൻ എന്നെ കൊണ്ടുപോയ വഴിയിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കും.
അതിനുശേഷം ഞാൻ പിന്നോക്കം ഞാൻ നോക്കിയതേയില്ല. എനിക്ക് ലാഭമായി കിടച്ച എല്ലാമേ ഞാൻ വിട്ടാച്ചേ. അതെല്ലാമേ എനിക്ക് മട്ടും താൻ കുപ്പമാതിരി എനിക്ക് തോന്നിയാച്ചേ. അതെല്ലാമേ ഞാൻ വിട്ട് അതൊന്നും എനിക്ക് തേവപ്പെടാതെ എനിക്ക് എന്നാ തേവപ്പെടും? ആണ്ടവരായ യേശുക്രിസ്തു മട്ടും താൻ തേവപ്പെടും. ആണ്ടവരായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത വൻകാര്യത്തെ ഞാൻ പാക്കുമ്പോൾ, അവൻ ചെയ്ത എനിക്ക് വേണ്ടി എടുത്ത കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ, അവൻ എനിക്ക് നൽകിയിരിക്കുന്ന പദവിയെ ഞാൻ ഓർക്കുമ്പോൾ, അവൻ എന്നെ മകനാക്കി തീർത്തത് ഞാൻ ഓർക്കുമ്പോൾ, അവൻ്റെ മകനായി എനിക്ക് സ്വർഗസ്ഥലങ്ങളിൽ എന്നെയും കൊണ്ടുപോകുമെന്ന് ഓർക്കുമ്പോൾ, ഞാൻ വിശ്വാസത്താൽ ആണ്ടവരായ യേശുക്രിസ്തുവിനോട് കൂടെ മരിത്തപ്പോൾ, ഞാൻ മരിച്ചത് മാത്രമല്ല, അവന് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഞാൻ ആണ്ടവരുടെ പിന്നാലെ എന്തിനു ഓടുന്നു? കാരണം അതുതാൻ എനിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ സമ്പത്ത്. നമ്മൾ ഇപ്പോഴേ നമുക്ക് വാസിച്ചിടാം. നമ്മൾ ഓട്ടക്കളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഓട്ടം ഓടുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ഓടുന്നു? ആ സ്വർണം കിടക്കാൻ വേണ്ടി താൻ നമ്മൾ ഓടുന്നു. അതായത് അവൻ്റെ ഓട്ടം നേരത്തെ കിട്ടിയ അതൊന്നും അല്ല. ഇപ്പോൾ അവൻ്റെ നോട്ടം സ്വർണം, അതായത് ആണ്ടവർ അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ മഹത്വം താൻ അവൻ്റെ മഹത്വം. അതുകൊണ്ട് അവൻ ഓടുന്നത് നമ്മൾ 14 വാക്യത്തിൽ വാസിക്കുന്ന മാതിരി, അവൻ പിമ്പിലുള്ളതെല്ലാം മറന്നാച്ചേ, എല്ലാമേ കുപ്പയായിട്ട് അവൻ വിസാരിച്ച് അവൻ ആ കുപ്പയെല്ലാമേ ചവിട്ടിക്കളഞ്ഞിട്ട് അവൻ മുന്നിലേക്ക് ഓട്ടം ഓടുകയാണ്. ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് ഓടുകയാണ്. ആണ്ടവരായ യേശുക്രിസ്തു അവനെ വിളിച്ച വഴിയിലേക്ക് പോവുകയാണ്. ആണ്ടവർ എന്തിനെ എന്നെ കൂപ്പിട്ടുവോ, ആണ്ടവർ എന്നെ വിളിച്ചുവോ, ആ വഴിയിലേക്ക് ഞാൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ ചിത്തം ചെയ്യുവാൻ വേണ്ടി, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി, അവൻ എന്നെ വിളിച്ചതിൻ്റെ കാരണം അറിഞ്ഞുകൊണ്ട് അവന് വേണ്ടി വേല ചെയ്യുവാൻ വേണ്ടി ഞാൻ ഉലകം മുഴുവനും ഊടാടി സഞ്ചരിച്ചിരിക്കുക. ഞാൻ ഉലകം മുഴുവനും പോയിടുക. ഞാൻ എല്ലായിടത്തുമേ പോയി ആണ്ടവർക്ക് വേണ്ടി ആത്മാക്കളെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം എനിക്ക് ലാഭം എന്നത് ആ ഓട്ടം ആ സ്വർണത്തിൻ്റെ ഓട്ടം, അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന ഓട്ടം, ഒന്നാമനായി തീരേണ്ട ഓട്ടം ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും ഞാൻ ഇതുവരെ അങ്ങ് എത്തിയിട്ടില്ല. പൗലോസ് ഇതെല്ലാമേ ചെയ്തിട്ടും അവൻ சொல்லுന്നത് ഞാൻ അതുവരെ എത്തിയിട്ടില്ല. അതായത് എൻ്റെ ഞാൻ ഓട്ടത്തിൻ്റെ ആ ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേർന്നിട്ടില്ല. ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അവനെ പ്രാപിപ്പാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായ ലാസ്റ്റിലേക്ക് ഓടുന്നു. ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ വിളി, ആ വിളിയെ നോക്കിക്കൊണ്ട് അത് നോക്കിക്കൊണ്ട് അവനെ മാത്രം പറ്റിക്കൊണ്ട് ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ആ കിരീടം കിട്ടുവാൻ വേണ്ടി ഞാൻ ഓടുന്നു. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന സമയം, നമ്മുടെ ഓട്ടം എങ്ങോട്ടേ ഓടുന്നതെന്ന് നമ്മൾ പാക്കലാം. ആണ്ടവർ നമ്മളെ വിളിച്ചാച്ച് അവൻ നമ്മളെ വിളിച്ചപ്പോൾ പൗലോസ് ഓടിയെങ്കിൽ നമ്മളും അതേമാതിരി ഓടി ആണ്ടവരുടെ നമ്മുടെ കിരീടം നമുക്ക് വാങ്ങാൻ വേണ്ടി നമുക്ക് അവൻ്റെ വിളിയനുസരിച്ച് നമുക്ക് ഓടിയിടാം. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.